ഉണ്ണിയപ്പക്കാരെ ഇല്ലാതെ അതേ മാവ് കൊണ്ട് നമുക്ക് എങ്ങനെ അപ്പം ചുട്ടെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് സാധാരണ ചട്ടിയിൽ തന്നെ അപ്പത്തിൻ്റെ മാവ് കൊണ്ട് നമുക്ക് എളുപ്പം അപ്പം തയ്യാറാക്കാം. അതിനായി ഒരു ഗ്ലാസ് ശർക്കരയിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് ഉരുകി കിട്ടിയാൽ മതി, അല്ലാതെ പാവൊന്നും തയ്യാറാക്കണ്ട. എന്നിട്ട് തണുപ്പിക്കാനായിട്ട് വെക്കുക. അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരി 4 മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് കഴുകി വെള്ളം നന്നായിട്ട് വാർത്ത് അരി മിക്സിയിലേക്ക് മാറ്റുക. നന്നായിട്ട് വെള്ളം വാർത്തെടുത്തിട്ട് വേണം അരി മിക്സിയിൽ മാറ്റാൻ. അതിലേക്ക് നമ്മൾ ഉരുക്കിയ ശർക്കര തണുത്തതിന് ശേഷം അരിച്ച് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടുമ്പോൾ അതിലേക്ക് 2 പാളയംകുടം പഴം, മൈസൂർ പഴം എന്നും പറയും, 2 3 ചെറിയ പഴമാണെങ്കിൽ 3 എണ്ണം ചേർക്കുക. മീഡിയം സൈസാണെങ്കിൽ 2 എണ്ണം ചേർക്കുക. പഴവും 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ 4-5 ഏലക്ക ചേർത്ത് നന്നായിട്ട് അരച്ച് പുളിക്കാനായിട്ട് 6 മണിക്കൂർ മാറ്റി വയ്ക്കുക. 6 മണിക്കൂറിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി നോക്കുക. നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഈ ഒഴുകുന്ന ഒരു പരുവമായിരിക്കണം മാവ്. ഒരുപാട് വെള്ളം ആവണ്ട, ഈ തിക്നെസ്സിൽ ഒഴുകുന്ന മാവായിരിക്കണം. എന്നിട്ട് അത് ചീനച്ചട്ടിയിൽ നല്ല കട്ടിയുള്ള ചീനച്ചട്ടി ആയിരിക്കണം. അതിൽ എണ്ണ ഒരു മീഡിയം ചൂടിൽ ഒരു തവി മാവ് ഇതുപോലെ പകരുക. എന്നിട്ട് നമ്മൾ ഉടനെ ഇളക്കരുത്, അത് തന്നെത്താൻ ഇതുപോലെ പൊങ്ങി പൂരി പോലെ വരും. നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം എണ്ണ മുകളിലേക്കൊന്ന് ഇതുപോലെ തവി കൊണ്ട് തന്നെ പൂരി ഒഴിച്ച് ഒന്ന് മൂത്ത് വരുമ്പോൾ മറിച്ചിടുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഒരു ബ്രൗൺ കളർ ആവുകയും വേണം. അതിൽ ആ ബബിൾസ് നന്നായിട്ട് ഒച്ചയില്ലാതെ ഇതുപോലെ നന്നായിട്ട് വരുമ്പം അപ്പം വെന്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒച്ച നന്നായിട്ടൊന്ന് അടങ്ങി കഴിയുമ്പോൾ ഇതുപോലെ തവി കൊണ്ട് ചട്ടിയിൽ തന്നെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ അതങ്ങ് വാർന്ന് കിട്ടിക്കോളും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കാം. പൊങ്ങി വരുന്നത് വരെ നമ്മൾ അതിലേക്ക് തൊടരുത്. പൊങ്ങി വന്നതിന് ശേഷമേ നമ്മളത് മറിച്ചിടാവൂ. ഇതുപോലെ ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കുക. ഉണ്ണിയപ്പക്കാരെ ഇല്ലെങ്കിലും നമുക്ക് അപ്പത്തിൻ്റെ അതേ മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ എളുപ്പം തന്നെ നല്ല പഞ്ഞി പോലത്തെ അപ്പം ചുട്ടെടുക്കാം. ഇതേ മാവ് കൊണ്ട് നമുക്ക് അപ്പക്കാരയിലും ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പക്കാര ഉള്ളവർക്ക് അപ്പക്കാരയിൽ ചുട്ടെടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഇത് അപ്പക്കാരയിൽ അതേ മാവ് കൊണ്ട് തയ്യാറാക്കിയ അപ്പമാണ്. അപ്പം എത്ര പഞ്ഞി പോലെ ഇരിക്കുന്നതെന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയും. അപ്പത്തിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. ചട്ടിയിൽ തയ്യാറാക്കിയ അപ്പമാണെങ്കിലും നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നെയ്യപ്പത്തിൻ്റെ കൂട്ടല്ല, ഉണ്ണിയപ്പത്തിൻ്റെ അതേ കൂട്ട് വെച്ച് തയ്യാറാക്കിയ അപ്പമാണ്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക.